കശ്മീരിലെ മണികം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പോലീസ് ട്രെയിനിങ് ക്യാമ്പിൻ്റെ ഉള്ളിലാണ്. അതായത് ബേസ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ ബാൾട്ടാളാണ് ശരിക്കുള്ള ബേസ് ക്യാമ്പ്. അതിന് ഒരു 70 കിലോമീറ്റർ മുമ്പിൽ ഇവരൊരു ബേസ് ക്യാമ്പ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ എല്ലാവർക്കും 3 ടൈം ദിവസത്തിൽ 3 നേരം അല്ലെങ്കിൽ 24 മണിക്കൂറും വേണമെങ്കിൽ പറയാം ഫ്രീ ഫുഡും സ്റ്റേയും അവർ ഒതുക്കിയാക്കാണ്. സ്റ്റേ ചെറിയൊരു പൈസയ്ക്ക് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു കഥ നമുക്കൊന്ന് കേട്ടാലോ. കയറി വരുമ്പോൾ കാണുന്നത് അതുപോലത്തെ ചെറിയ ടെൻറ്റുകളാണ് പോലീസുകാരുടെ CRPF ടീമിൻ്റെ ഒക്കെ ടെൻറ്റുകൾ. ഇതുണ്ടോ, ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ പോലീസുകാർ കിടക്കുന്ന അവരുടെ ടെൻറ്റുകൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. അമർനാഥ് യാത്രയ്ക്ക് പോകുന്ന എല്ലാവർക്കും മണികം എത്തിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് സംസാരിച്ചാൽ മതി. ആൻഡ് ഇതോടൊപ്പം ഇവർ കൊടുക്കുന്ന ഫെസിലിറ്റീസിൽ ഏറ്റവും ആദ്യത്തെ ഫെസിലിറ്റി ഞാൻ കാണിച്ചുതരാം. ഇവർ കൊടുക്കുന്ന വീടുകളാണ്. അതായത് റൂം പോലത്തെ ഇത് ഫൈബർ കൊണ്ട് ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണ്. വീടുകൾ വെച്ചാൽ ഹോളുകളാണ്. ഇത് ഒന്നല്ല, ഒരുപാടുണ്ട്. ബാക്കിലും ഒരുപാടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫെസിലിറ്റീസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഫൈബർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടെമ്പററി ആണ്, വേണമെങ്കിൽ പൊളിച്ച് മാറ്റാമെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഇവർ യൂസ് ചെയ്യുന്ന പോലത്തെ. കണ്ടു, ഇതാണ് നമ്മൾ കിടക്കുന്ന സ്ഥലം. ഒരുപാട് ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമുക്ക് കിടക്കാനുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് വരുന്നത് 200 രൂപയാണ് ഒരു നൈറ്റിന് വരുന്നത്. ഞാൻ ഇന്നലെ ഇവിടെ കിടന്നേ, എനിക്ക് ഫ്രീ ആയിട്ട് തന്നത്. ഞാൻ പറഞ്ഞു ഹം പൈതൽസയായ കേരള എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ ശരി അതൊന്ന് നിന്നോന്ന് പറഞ്ഞിട്ട് തന്നു. ആൻഡ് ഇത് ഒന്ന്. ഇനി ഹട്ടുകൾ കാണിച്ചു തരാം, ടെൻറ്റുകൾ. ഇനിതാ ഈ കാണുന്ന സാധനങ്ങളാണ് വേറെ ടെൻറ്റ്. അതായത് ഫൈബർ വീടുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെൻറ്റുകളിലും നിൽക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരുപാട് ടെൻറ്റുകളിൽ ഒരു ഏക്കർ സ്ഥലത്ത് അവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഫൈബറിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ഥലം കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഇതിൻ്റെ പ്രശ്നം എന്താണെങ്കിൽ ഇത് കുറച്ച് ചൂടുണ്ട്. അതിനകത്ത് പ്രശ്നമില്ല. അവിടെ എന്ന് വെച്ചാൽ നമുക്ക് പ്ലഗ് കൂത്തുള്ള സ്ഥലമുണ്ട്, മറ്റേ ഫാനുണ്ട്, നല്ല സൗകര്യം, ചൂടൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ കുറച്ച് ചൂടെടുക്കും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഇതിലൊക്കെ താമസിക്കാൻ പറ്റും. അവർ തരുന്നതിനനുസരിച്ച് അസൈൻ ചെയ്യുന്ന ടെൻറ്റിൽ നമുക്ക് പോയിട്ട് കിടക്കാം. ഓരോ ടെൻറ്റിനും പേരും നമ്പറുകളും ഉണ്ട്. ആൻഡ് ഇതേ വഴിക്ക് വന്നാൽ കണ്ടോ, ഇത്രയും ടോയ്ലറ്റ് ബ്ലോക്കുകളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നോക്കി നോക്കി, എണ്ണാൻ പറ്റാത്ത അത്രയും ടോയ്ലറ്റ് ബ്ലോക്കുകളും വാഷ്റൂമുകളും. ഇനി ഇത്രയും സൗകര്യം കൂടിയതും നോർമൽ നമ്മുടെ ക്യാബിനുള്ള സാധനങ്ങളും ഇത്രയും ടോയ്ലറ്റ് ബ്ലോക്കുകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ ടോയ്ലറ്റ് ബ്ലോക്ക് നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത് നമ്മുടെ കുംഭമേളയ്ക്ക് പോയപ്പോൾ. അവിടെ ലക്ഷക്കണക്കിനാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. ഇവിടെ പക്ഷേ വരുന്ന അത്രയും പേർക്കുള്ള ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ക്യാബിനുള്ള ഇതിൻ്റെ ഉള്ളിലത്തെ സൗകര്യം കാണിച്ചാൽ വലിയ സൗകര്യം പ്രതീക്ഷിക്കരുത്. നമ്മൾ ചെറിയ രീതിയിലുണ്ടോ ഒരാൾക്ക് ജസ്റ്റ് നിന്ന് കുളിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവർ ഒതുക്കിയിട്ടുണ്ട്. അത്രയും ബാത്റൂം ഫെസിലിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഏതാണ്ട് 1000 അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് 500 ആൾക്കാർ എങ്ങനെ പോയാലും ഇവിടെ ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. സ്റ്റേ കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ലങ്കാർ ഏരിയ കാണാം. അതായത് അന്നദാന മണ്ഡപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമൊന്നുമല്ല, 6 സ്റ്റേറ്റിൻ്റെ ടീമുകൾ, ട്രസ്റ്റുകൾ വന്നിട്ടാണ് ഇത് കൊടുക്കുന്നത്. കണ്ടോ, തുടക്കത്തിൽ തന്നെ ലങ്കാർ എന്ന് എഴുതി വെച്ച്. ഇന്നലെ രാത്രിയത്തെ വിശേഷം കാണണം. ഇന്നലെ രാത്രിയത്തെ വിശേഷം ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അത് അവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ആൻഡ് അവിടെയാണ് ലങ്കാർ വരുന്നത്. കണ്ടോ, ഇതെല്ലാം ഓരോ ട്രസ്റ്റാണ്. ശിവ ബർഫണി സേവാ മന്ദിർ ദില്ലി ടീം, ഇത് ഒന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ടീം. ഇതിപ്പോൾ ഏതാ, ലക്നൗ ഭണ്ഡാര. കണ്ടോ, ലക്നൗ ഭണ്ഡാര. ഇവിടെ ഒരു ടീമുണ്ട്. അങ്ങനെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇവിടെ ലങ്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അത് നിങ്ങൾ കണ്ടേ പറ്റൂ. ഇന്നലെ രാത്രി ഇറ്റ് വാസ് ലൈക്ക് എ സെലിബ്രേഷൻ എന്ന് പറയില്ലേ. ഇവർ ചില്ലറ പരിപാടികളൊന്നും അല്ലാണ്ട് അങ്ങനെ ആഘോഷിക്കുകയാണ് അത് ലങ്കാർ കൊടുത്തിട്ട്. ആൻഡ് നമ്മളും ഭക്ഷണം കഴിക്കാൻ വന്നേക്കാണ്. നമുക്ക് ലങ്കാർ എടുത്ത് നോക്കാം അല്ലേ. നമുക്കിതാ ഫസ്റ്റ് ലങ്കാറിൻ്റെ ആണ് പറയുന്നത്. എല്ലാം ഞാൻ കാണിക്കുന്നില്ല. ഇതാ അവിടെ ചായ ഉണ്ട്, ഇവിടെ ഫുഡ് ഉണ്ട്. अब कहाँ से भैया? हम दिल्ली से हैं। हाँ जी, शिव बर्फानी सेवा मंडल दिल्ली भंडारा। ये 9 अगस्त तक है. हाँ, 3 जुलाई से 9 अगस्त तक की यात्रा है. ഇതുണ്ടോ, അടുത്ത ഒരു ഭണ്ഡാറിൽ, ലക്നൗ ഭണ്ഡാറിൽ നമുക്ക് രാവിലെ തന്നെ ഈ ബട്ടൂരയും കിട്ടും. ഇതാ നല്ല ചൂട് നല്ല ജിലേബിയും കിട്ടും. ഒപ്പം ഞാൻ പറഞ്ഞ പോലെ അറ്റം വരെയും ഭണ്ഡാറാണ്. ഗ്വാളിയർ ഭണ്ഡാർ, ആ ഭണ്ഡാർ എന്ന് വെച്ചാൽ ദില്ലി ഒരുപാട് ടീമിൻ്റെ ഉണ്ട്. എന്തായാലും ഞാൻ 9 മണി ഞാനും ഫുഡ് കഴിക്കാൻ നോക്കാണ്. ഏത് ഭണ്ഡാറിന്ന് കഴിക്കണം എന്നാണ് സംശയമുള്ളൂ. സോ നമുക്കും പ്ലേറ്റ് എടുത്തിട്ട്
ഫുഡ് എന്തെങ്കിലും വാങ്ങണം. ഏനേ ബട്ടൂര ആ ചോല ആ അതെ ഇവിടുന്ന് നമുക്ക് ബട്ടൂര വാങ്ങി. ട്രാവലിംഗ് ജീൻ GENE സെർച്ച് കയറോ. ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു സബ്സ്ക്രൈബറെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ട്രാവലിംഗ് GENE ജീൻ ഇതേ വരുന്നു. ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ബെല്ലിൽ ഓൾ. താങ്ക് യു. ഈ വില ഫസ്റ്റ് വില. ഓക്കെ ഇത് വാങ്ങി. ഇനി ഷോലെ ഓക്കെ കൂട്ടത്തിൽ ഒരു ചായ എടുക്കാം. കണ്ടോ ചായ ഇരിപ്പുണ്ട്. ചായ എടുത്തിട്ട് ഇതേ ഇത്ര ചായ എടുത്തിട്ടുണ്ട് നമ്മൾ. യുദ്ധം ആരംഭിക്കട്ടെ. ഏതാണ്ട് ഇനിയും 70 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അമ്പോ പൊട്ടുന്ന സൗണ്ട് ഉണ്ടോ? ആ ഇനിയും ഇവിടുന്ന് ഏതാണ്ട് 70 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ബാൾട്ടാൾ ബേസ് ക്യാമ്പ് എത്താൻ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സോജില പാസ് എല്ലാം വരുന്നത്. സോനമാർഗ്, സോജില പാസ്. സോ ഇപ്പം ഇറങ്ങിയിട്ട് അവിടെ എല്ലാം കവർ ചെയ്തിട്ട് നമുക്ക് ലിഫ്റ്റ് അടിച്ചിട്ട് വേണം പോകാൻ. കവർ ചെയ്തിട്ട് വേണം പോകാൻ. കാരണം ആ സോജില അല്ലെങ്കിൽ സോനമാർഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടണലുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഒഫീഷ്യലി ലഡാക്ക് എന്ന് പറയുന്ന ഏരിയ വരാം. സോ ഇതിൻ്റെ ബാൾട്ടാൾ എന്ന് പറയുന്നത് ഒരു ലഡാക്ക് ഏരിയ ആണ്. സോ അത്രയും ഇന്ന് പോവാണ്ട് നാളെ പോയിട്ട് റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ കയറാനാണ് പ്ലാന്. അതിനുള്ളിൽ നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കയറാൻ. അടിപൊളി. बात नहीं मतलब फोटो खींच रहे हैं, बात भी कर रहे हैं. हाँ फोटो और वीडियो दोनों. हाँ मैं ब्लॉगर है सो वीडियो किसा है. കണ്ട ഈ സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കും ഇതെന്താ. കാരണം ഈ പോക്കറ്റ് അധികം ആൾക്കാർ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എത്രയും ചെറുതിൽ എങ്ങനെ വീഡിയോ എടുക്കാം എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ബാക്കിയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് കൂടിയാണ് നമ്മൾ പരിചയപ്പെടാനുള്ളൂ. കണ്ടു ഇതെല്ലാം സ്ഥലത്തും ഉള്ളൊരു മെഡിക്കൽ ക്യാമ്പാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഹൈ സർ, ഐ എം ഫ്രം കേരള. സർ വാട്ട് ഈസ് ദിസ് മെഡിക്കൽ ക്യാമ്പ് ഓൾ അബൌട്ട്? യു ക്യാൻ ഹോൾഡ് ദിസ്. This is the camp from Directorate of Ayush, Okay. Jammu Kashmir government. Okay. Here is provided by free medicine for the yatris, Okay. and yoga sessions are conducted daily basis, and Ayush Kada is given every patient. Okay, so you are the doctor. Yes. Doctor facility is also available for Doctor, 2 doctors and other staff is present here. Pharmacist, yoga instructors, 24 hours. 24 hours. സോ ഇത്രയും ഡെഡിക്കേഷനിൽ ഒരു സ്റ്റേറ്റ് പോലീസ് ഗവൺമെൻറ് ഇത്രയും വലിയ ഫെസിലിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവം എന്നെ ഞെട്ടിക്കുന്ന കാര്യം. കാരണം നമ്മൾ കേരളത്തിലോ വേറെ ഒരു ഡിസ്ട്രിക്റ്റിലും ഇത്രയും വലിയ രീതിയിൽ ഒരു സ്റ്റേറ്റ് പോലീസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ആൻഡ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. ഇനിയും അമർനാഥ് സീരീസ് വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.